സിദ്ദിഖിൻ്റെ ഓട്ടോഗ്രാഫ് ഒരാൾ 2-3 പേര് ഒപ്പിടാനായിട്ട് വന്നു, വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പം എനിക്ക് തോന്നിയപ്പം ഞാൻ നോക്കിയപ്പം ഈ 2-3 പേര് വാങ്ങിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ എനിക്ക് പെട്ടെന്നൊരു സംഭവം തോന്നി. ഞാൻ പറഞ്ഞു, മുകേഷേ ആ സംഭവം നടന്നറിയാം. ഒപ്പിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയതിന് ശേഷം അവർ പറയുന്ന കേട്ടു, അയ്യോ ഫാസിലല്ലടി, ഇത് വേറെ ഏതാണ്ട് സിദ്ദിഖാ. ഫാസിൽ ഫോട്ടോഗ്രാഫ് വാങ്ങിയെന്ന് പറഞ്ഞു അന്ന് കളിയാക്കുമായിരുന്നു. ഇത് പിന്നെ അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു സംഭവം വന്ദനം നമ്മൾ ടി വിയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ പോലും ഒരു ട്വിസ്റ്റ് അതിൻ്റെ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അതായത് വന്ദനം ഷൂട്ടിംഗ് നമ്മൾ നടക്കുമ്പോൾ മോഹൻലാലിൻ്റെ പിറകെ ഓട്ടോഗ്രാഫുമായിട്ട് ബാംഗ്ലൂർ പാർക്കിൽ നിറച്ച ആൾക്കാർ. അപ്പോൾ മുകേഷ് അവിടെ, നീ നോക്കിക്കോ അടുത്ത വർഷമാകുമ്പോൾ ഇതേപോലെ എൻ്റെ പിറകെ ക്യൂ നിൽക്കും, നീ നോക്കിക്കോ ജഗദീഷ് എന്ന് പറയാൻ നേരത്ത് പെട്ടെന്ന് സാർ ഫോട്ടോ സാർ പ്ലീസ് സാർ. അപ്പോൾ മുകേഷ് എന്നെ ഒന്ന് നോക്കി എങ്ങനെ ഉണ്ട് എന്നുള്ള രീതിയിൽ അയാളൊന്നു അപ്പം എടുത്തു ഇതൊരു തുടക്കം കണ്ടോടെ എന്നൊക്കെ പറയുന്നിട്ട് അയാൾ എന്നിട്ട് പറഞ്ഞു, സാർ 3 copies 15 rupees. പാസ്പോർട്ട് ഫോട്ടോ എടുത്തു കൊടുക്കുന്ന ആളാണ് അവിടെ, അതിനെ ചാർജ് ചെയ്യും. ഇത് അവിടെ വെച്ച് ഞാൻ കഥ ഉണ്ടാക്കി. അവിടെ എല്ലാവരും ലാലും പറഞ്ഞ തിരക്കല്ല, നല്ല കഥയാണ്, പ്രിയനാണെങ്കിൽ കൊള്ളാവിടാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ TV കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം മുകേഷ് TV ഇരുന്ന് പറഞ്ഞു, ഇതേപോലെ ജഗദീശന് ഒരു അബദ്ധം പറ്റി. അവൻ പറഞ്ഞു, അതല്ലേ സത്യം. ഞാൻ ഞെട്ടിപ്പോയി. ഉടനെ ഞാൻ മുകേഷിന്റെ അടുത്ത് ചോദിച്ചു, മുകേഷേ ഇതെന്താ ഞാൻ നിന്നെ കുറിച്ച് പറഞ്ഞത്? ഇവിടെ നിന്റെ പേരിൽ പറഞ്ഞാലേ ഇത് ഏക്കുള്ളത്. അതല്ല ഇത് നടന്ന സംഭവം. എങ്ങനെ വേണം ആയിക്കോട്ടെ, അതിൽ ഹ്യൂമർ ഉണ്ടല്ലോ.